ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ജനലുകളെയും വാതിലുകളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുള്ള സൺഷെയ്ഡിന് എത്ര വീതി കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ധാരണയില്ലാത്ത ചിലർ ഇതിൻ്റെ വീതി കൂടുതലായിട്ട് കൊടുത്ത് അത് ബിൽറ്റപ്പ് ഏരിയയിൽ വരികയും സർക്കാരിന് അധികമായിട്ടുള്ള നികുതി അടയ്ക്കേണ്ടതായിട്ടുള്ള വീതിയിലേക്ക് കയറുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഞാൻ എൻ്റെ പ്രാക്ടീസിനിടയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് ഒന്ന് അളവിനെപ്പറ്റി മനസ്സിലാക്കി വയ്ക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ സൺഷെയ്ഡിൻ്റെ വീതി നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങളുടെ വസ്തുവിൻ്റെ അതിരിൽ നിന്നും നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ ആ ബിൽഡിംഗ് ലൈനിലേക്ക്, കെട്ടിടത്തിൻ്റെ ആ ലൈനിലേക്ക് എത്ര അകലം നിങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ പറയുന്ന അകലം 60 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ പോലും സൺഷെയ്ഡ് പുറത്തേക്ക് തള്ളി വയ്ക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ അകലം 60 സെൻറ്റിമീറ്ററിനും 1 മീറ്ററിനും താഴെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെറ്റ് ബാക്ക് എങ്കിൽ നിങ്ങൾക്ക് ഒരടി വീതി എന്ന് നാട്ടുകണക്കിൽ പറയാൻ പറ്റും. അഥവാ 30 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് സൺഷെയ്ഡ് തള്ളി പണിയാൻ സാധിക്കും. ഈ പറയുന്ന വസ്തുവിൻ്റെ അതിരിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള അകലം 1 മീറ്ററിനും 1.5 മീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് 60 സെൻറ്റിമീറ്റർ വരെ നാട്ടുകണക്ക് പ്രകാരം 2 അടി വീതിക്ക് പുറത്തേക്ക് തള്ളി പണിയാൻ സാധിക്കും. ഈ പറയുന്ന നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെറ്റ് ബാക്ക് 1.5 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 75 സെൻറ്റിമീറ്റർ വരെ, 2.5 അടി എന്ന് നമുക്ക് നാട്ടുകണക്കിൽ പറയാം, 75 സെൻറ്റിമീറ്റർ വരെ നിങ്ങൾക്ക് വസ്തുവിൻ്റെ ആ പറയുന്ന തുറസായ സ്ഥലത്തേക്ക് നിങ്ങളുടെ സൺഷെയ്ഡ് തള്ളി വാർക്കാൻ കഴിയും. ഇനി ഈ പറയുന്ന അളവ് 75 സെൻറ്റിമീറ്ററിൽ കൂടി എന്ന് വെച്ചോ. ആ 75 സെൻറ്റിമീറ്ററിൽ കൂടുന്ന അളവ് നിങ്ങളുടെ ആ കെട്ടിടത്തിൻ്റെ ബിൽഡിംഗ് ലൈനിലേക്ക് ചേർക്കപ്പെടുകയും ആ പറയുന്ന അളവിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഈ 75 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതൽ വന്നു 80 90 നിങ്ങളൊരു ബാൽക്കണി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പറയുന്ന 1 മീറ്റർ വീതിക്ക് നിങ്ങളുടെ മേളത്തെ നിലയിൽ നിന്നും 1 മീറ്റർ വീതിക്ക് നിങ്ങളിപ്പോൾ വെളിയിലേക്ക് തള്ളുന്നു, അല്ലെങ്കിൽ 1.2 മീറ്റർ വീതിയിലേക്ക് വെളിയിലേക്ക് തള്ളിയാൽ ആ പറയുന്ന അത്രയും സ്ഥലം കൂടെ നിങ്ങളുടെ ബിൽറ്റപ്പ് ഏരിയയിൽ കയറി വരികയും കവറേജ്, ആ കെട്ടിടത്തിൻ്റെ കവറേജിലേക്ക് കയറി വരികയും ചെയ്യും. ഈ കവറേജ് എന്നുദ്ദേശിക്കുന്നത് നിങ്ങളുടെ വസ്തുവിൽ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടവും ആ വസ്തുവിൻ്റെ വിസ്തീർണവും തമ്മിലുള്ള റേഷ്യോ ആണ്. അഥവാ നിങ്ങളുടെ ഈ പറയുന്ന ഒരു 5 സെൻറ്റ് വസ്തുവും നിങ്ങൾ പണിയുന്ന കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ ഒരു 2.5 സെൻറ്റിൽ ആണ് പണിയുന്നതെങ്കിൽ അത് തമ്മിൽ ഭാഗിച്ച് കിട്ടുന്ന ആ തുകയെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ശതമാനക്കണക്കിനെയാണ് കവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അളവ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാരണം 60 സെൻറ്റിമീറ്റർ താഴെയാണ് നിങ്ങളുടെ വസ്തുവിൽ നിന്നും ഈ കെട്ടിടത്തിലേക്കുള്ള പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 സെൻറ്റിമീറ്റർ പോലും സൺഷെയ്ഡ് തള്ളി വാർക്കാൻ കഴിയുന്നതല്ല. 60 സെൻറ്റിമീറ്ററിനും 1 മീറ്ററിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് 30 സെൻറ്റിമീറ്റർ വരെ സൺഷെയ്ഡ് തള്ളി വാർക്കൽ അനുവദനീയമാണ്. 1 മീറ്ററിനും 1.5 മീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ 60 സെൻറ്റിമീറ്റർ വരെ നിങ്ങൾക്ക് തള്ളി വാർക്കാൻ കഴിയും. 1.5 മീറ്ററിൽ കൂടുതലാണെങ്കിൽ 75 സെൻറ്റിമീറ്റർ വരെ അധികമായിട്ടുള്ള നികുതികളോ കാര്യങ്ങളോ വരാതെ നിങ്ങൾക്ക് തള്ളി വാർക്കാൻ കഴിയും. എന്നാൽ ഈ പറയുന്ന 75 സെൻറ്റിമീറ്റർ കൂടുകയാണെങ്കിൽ അത് കെട്ടിടത്തിൻ്റെ ബിൽറ്റപ്പ് ഏരിയയിലേക്ക്, ഈ പറയുന്ന കെട്ടിടത്തിൻ്റെ തറ വിസ്തീർണം അതിലേക്ക് ആഡ് ചെയ്യപ്പെടുകയും നാളെ നിങ്ങൾ അതിനും കൂടി ചേർത്ത് നികുതികൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.